ഫ്രണ്ട്സ്, നമ്മളൊരു ആംപ്ലിഫയർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് നമ്മൾ എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് ഇട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ആംപ്ലിഫയറിൽ ഉപയോഗിക്കാൻ പോകുന്ന പ്രീ ആംപ്ലിഫയർ സെക്ഷനുകളെ പറ്റിയാണ്. നമുക്ക് രണ്ട് പ്രീ ആംപ്ലിഫയർ സെക്ഷനാണ് വരുന്നത്. ഒന്ന് നമുക്ക് ബ്ലൂടൂത്ത് USB മൊഡ്യൂൾ കിറ്റിൻ്റെ പ്രീ സെക്ഷനും, അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് കാസറ്റൊക്കെ ആയതുകൊണ്ട് ഒബ്വിയസ്ലി നമുക്ക് എന്തുണ്ട് ഒരു ഹെഡ് പ്രീ ആംപ്ലിഫയർ ബോർഡും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. വർക്കിംഗ് ഒക്കെ നമ്മുടെ ആംപ്ലിഫയർ മേക്കിംഗ് വീഡിയോയിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ഒരു മൊഡ്യൂളിൻ്റെ വർക്കിംഗ് ഒക്കെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് കാണുന്നതാണ്. അപ്പോൾ ഇന്നലെ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജെൻസ്റ്റാറിൻ്റെ USB മൊഡ്യൂൾ കിറ്റാണ് ഇന്ന് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമുക്ക് എല്ലാ ഫയൽസും, അത് ഫ്ലാക്കും അതുപോലെ തന്നെ WMA ഫയൽസും എല്ലാം നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത് ലേറ്റസ്റ്റ് ആണോ എന്ന് ചോദിച്ചെങ്കിൽ അത്യാവശ്യം ലേറ്റസ്റ്റ് അല്ല. കുറേ നാളായിട്ട് നമ്മളിത് വാങ്ങിച്ച 7-8 മാസത്തോളം നമ്മൾ വാങ്ങിച്ച് കൈ വെച്ചിട്ട് ഇതുവരെ ആമ്പ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി പോയത്. എങ്കിലും നമ്മൾ എപ്പിസോഡ് ഇട്ട് വീഡിയോ ഇടുന്നത് കൊണ്ട് ജസ്റ്റ് കാണിക്കുകയാണ്. ഫസ്റ്റ് നമുക്കിതിൽ റിമോട്ടാണ് വരുന്നത്. റിമോട്ട് നോർമലി വരുന്ന തൊട്ട് സാധാ ചെറിയ റിമോട്ടല്ല, അത്യാവശ്യം സൈസുള്ള റിമോട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നോർമൽ എല്ലാ ഫങ്ഷൻസും നമുക്കിതിൽ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ഉള്ള USB മൊഡ്യൂൾ കിറ്റ്. അത് വയർ എന്ന് പറയുന്ന കമ്പനിയാണ് പുറത്തിറക്കുന്നത്. പണ്ട് ഈ ഒരു USB-യുടെ ഒരു സംഭവം പുറത്തിറങ്ങിയ കാലഘട്ടത്തിൽ എന്തായിരുന്നു, ഈ ഒരു ടൈപ്പ് ബോർഡ് നമുക്ക് മാർക്കറ്റിൽ വരുന്നുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഡിസ്പ്ലേ കുറച്ചൊരു ചെറുതായിരുന്നു, അതിൽ ബ്ലൂടൂത്ത് വരുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളതിൽ ബ്ലൂടൂത്തും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്കിപ്പം വരുന്നത്. ഇതിൽ നമുക്ക് എൻകോഡർ വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ എൻകോഡർ. വോളിയം, ബേസ്, ട്രിബിൾ, നെക്സ്റ്റ് മോഡൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എൻകോഡേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കണക്ടർ സ്വിച്ച്, ഇതിൽ കണക്ട് ചെയ്യാനുള്ള കണക്ടർ സ്വിച്ച് അല്ല, കണക്ടർ വയേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് USB സോക്കറ്റ്, ഇത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. USB സോക്കറ്റ്, ഇതിൽ വരുന്ന USB സോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ IR റിസീവർ അല്ലെങ്കിൽ ബ്ലാക്ക് സെൻസർ എന്ന് പറയും, ഇതിൻ്റെ റിമോട്ട് സെൻസർ വരുന്നു. ഇത്ര ഐറ്റംസാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഏകദേശം 650 രൂപയോളം ആണെന്ന് തോന്നുന്നു ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്. നമ്മൾ കോഴിക്കോട് സ്റ്റാർ ഇലക്ട്രോണിക്സിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല വർക്കിംഗ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഒരു പർപ്പസിന് ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. കാരണം നമ്മുടെ പാനലിൽ നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്കത് അത്ര താല്പര്യമുള്ളൊരു കേസല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബോർഡ് ഇതിൻ്റെ ഉള്ളിലായിരിക്കും വെക്കുന്നത്. എൻകോഡർ മാത്രം വെളിയിൽ വരും. പിന്നെ USB സോക്കറ്റും വെളിയിൽ വരുന്ന രീതിയിലായിരിക്കും നമ്മൾ ആ ഒരു ആമ്പിൻ്റെ ഫ്രണ്ട് പാനൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ കിറ്റിൽ പറയാനായിട്ടുള്ളത്. Geestarൻ്റെ USB ബ്ലൂടൂത്ത് മൊഡ്യൂൾ കിറ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്റ്റാർ ഇലക്ട്രോണിക്സായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വരുന്നത് നമ്മുടെ ഹെഡ് പ്രീ ആംപ്ലിഫയർ ബോർഡാണ്. ഇത് നമ്മൾ പവർ ട്രിക്കിൻ്റെ ഹെഡ് പ്രീ ആംപ്ലിഫയർ ബോർഡാണ്, ട്രാൻസിസ്റ്റർ ബേസ്ഡ്. ഇത് നമുക്ക് 12 എന്ന് പറയുന്ന വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് കാണാൻ കഴിയും 25 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ് ഇട്ടുള്ളത്. ഇവിടെ 12 ഇവിടെ 0 എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് പവർ സപ്ലൈ കൊടുക്കുക. ഇവിടെ നമുക്ക് ഹെഡ് ഇൻപുട്ട് കൊടുക്കേണ്ടത്, ഹെഡിൽ നിന്നുള്ള ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് ഇവിടേക്ക് കൊടുക്കുന്നു. ഔട്ട്പുട്ട് നമുക്ക് ഇവിടുന്ന് എടുക്കും. ഇതാണ് ഇതിൻ്റെ ഹെഡ് പ്രീ ആംപ്ലിഫയർ ബോർഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബോർഡാണ്. ഇത് ഫ്രഷ് പീസാണ്, യൂസ് ചെയ്തതല്ല. അതായത് ഓൾഡ് സ്റ്റോക്ക് ഇരുന്ന ഫ്രഷ് പീസാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഹെഡ് പ്രീ സെക്ഷനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ പ്രീ ആംപ്ലിഫയർ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്ന പ്രീ ആംപ്ലിഫയർ സെക്ഷനാണ്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.